ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഡിസംബർ ജാനുവരിയിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ സ്റ്റുഡൻസിന്റെ ID കാർഡും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് അവരുടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഞങ്ങളുടെ അസൈൻമെന്റ് എന്നാണ് വരുന്നത്, അസൈൻമെന്റ് എന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അസൈൻമെന്റ് ഞങ്ങളുടെ വന്നോ മുതലായ ഡൗട്ടാണ് സ്റ്റുഡൻസ് ഈടായിട്ട് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ഉത്തരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കാം. ജൂൺ ജൂലൈ ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ്, നിങ്ങൾ IGNOU യൂണിവേഴ്സിറ്റി ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ അസൈൻമെന്റിനെ പറ്റിയാണ്. അപ്പോൾ ഓൾറെഡി ഡിസംബർ ജാനുവരിയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ID കാർഡൊക്കെ വന്ന് സ്റ്റുഡൻസ് വെയിറ്റിംഗ് ആണ്. അസൈൻമെന്റ് എന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഞങ്ങളുടെ അസൈൻമെന്റ് എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്, അങ്ങനെ കുറേ ഡൗട്ട്സ് സ്റ്റുഡൻസ് നമ്മളെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടിൽ നൗ നിങ്ങളുടെ അസൈൻമെന്റുകളൊന്നും യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിട്ടാണ് സാധാരണഗതിയിൽ അസൈൻമെന്റ് വരാറുള്ളത്. പല സബ്ജക്റ്റിൻ്റെയും കുറച്ച് നേരത്തെ വരും. ഏപ്രിൽ ലാസ്റ്റ് മെയ്യോട് കൂടെ വരുന്ന ചില കോഴ്സുകളിനെ, അത് ഓരോ കോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പുറമേയുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്താണ് നമ്മൾ പറയുന്നത്, നമ്മളുടെ സ്റ്റുഡൻസ് ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, കാരണം നിങ്ങളുടെ അസൈൻമെന്റിന്റെ അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രിപ്പയർ ചെയ്യുന്ന അസൈൻമെന്റ് ആണ് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതുപോലെ അസൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. അസൈൻമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് IGNOU യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഗ്രേഡ് കാർഡിൽ, ഫൈനൽ ഗ്രേഡ് കാർഡിൽ ഒരു 30% മാർക്ക് എന്ന് പറയുന്നത് അസൈൻമെന്റിന്റെ മാർക്കാണ്. നമുക്കറിയാം, നമ്മുടെ തിയറി പേപ്പർ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പേപ്പറിന് പുറമെ അസൈൻമെന്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് വേണം അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അസൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് മറ്റൊന്നുമല്ല. അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഹാൻഡ് റിട്ടൺ ആണ്, നമ്മൾ എഴുതി വേണം സബ്മിറ്റ് ചെയ്യാൻ, അല്ലാതെ പ്രിന്റോ അങ്ങനെ കോപ്പിയോ ഒന്നും വെച്ചിട്ടല്ല അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ എഴുതി ഡയറക്റ്റ് സ്റ്റഡി സെന്ററിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് ബൈ പോസ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്മിഷനോ യൂണിവേഴ്സിറ്റി അലോ ചെയ്യുന്നുണ്ട്. അപ്പം അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അസൈൻമെന്റിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതായത് ജസ്റ്റ് ലൈക്ക് എ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ്. ഒരു 100 മാർക്ക് ഓരോ സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു 100 മാർക്ക്, ഞാൻ ആവറേജ് ആണ് പറയുന്നത്, ഒരു 100 മാർക്കിലാണ് നിങ്ങളുടെ അസൈൻമെന്റ് എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും 35 to 40% നിങ്ങൾ അസൈൻമെന്റിന് മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ വീണ്ടും അസൈൻമെന്റ് റിപ്പീറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ എന്തായാലും അറ്റ് എ ടൈം അസൈൻമെന്റ് എഴുതാൻ റെഡിയായി, നിങ്ങൾ അതിന് എഫേർട്ട് എടുക്കാൻ റെഡി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ഒരു തവണ എടുക്കുന്ന എഫേർട്ട് മാക്സിമം എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം സ്കോർ മേടിക്കാൻ പറ്റും. ഓൾമോസ്റ്റ് സ്റ്റുഡൻസിന് 85+ മാർക്കൊക്കെ നമുക്ക് അസൈൻമെന്റിന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് റിസർച്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അസൈൻമെന്റ് ഒട്ടും നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഇത് മുൻകൂട്ടി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ സബ്ജക്റ്റിനെ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസൈൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ്. കുറച്ചും കൂടെ ആ സബ്ജക്റ്റുമായിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സാം വരുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ഡെവലപ്പ് ആവണം എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സിറ്റി നിങ്ങളെ വാർത്തെടുക്കാൻ നോക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എഫേർട്ട് നിങ്ങൾ തന്നെ ഇടാൻ ശ്രമിക്കുക. പലരും അസൈൻമെന്റ് വളരെ സിമ്പിൾ ആണ്, ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ അസൈൻമെന്റ് എഴുതി തയ്യാറാക്കി സബ്മിറ്റ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം.
അപ്പോൾ ഇനിയും അസൈൻമെന്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിന് ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അസൈൻമെന്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഒരു നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ്സ് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമ്മൾ റിപ്ലൈ തരും. ഏതെങ്കിലും സ്റ്റുഡൻസിന് ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം കോൺടാക്ട് ചെയ്യാം. എനിവേ, താങ്ക് യു.